പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെ ഒരു കഥയാണ്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ ഈ കഥയുടെ പേര് ഗോപുര വെളിച്ചം എന്നാണ്. അപ്പം ഗുരുവായൂർ, മമ്മിയൂർ ക്ഷേത്രങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കഥയുടെ രചന. ഗോപുര വെളിച്ചം, ഉണ്ണികൃഷ്ണൻ പുത്തൂർ. ശിവരാത്രിയാണിന്ന്. മൃദുമായ അന്തരീക്ഷം. അമ്മയുള്ളപ്പോൾ വീട്ടിലെല്ലാവരും ശിവരാത്രി നോമ്പ് നോൽക്കണം. പ്രത്യേകിച്ചും പ്രായമായ പെൺകുട്ടികൾ. നോമ്പ് നോറ്റ ക്ഷീണത്തോടെ ശിവരാത്രി മാഹാത്മ്യം വായിച്ച് നേരം വെളുപ്പിക്കുന്ന അമ്മയുടെ വാടിയ മുഖം ഓർമ്മയിലേക്ക് വരുന്നു. വെയിലത്ത് വാടിയ ഒരു നന്ദ്യാർവട്ടപ്പൂ പോലെയാണ് അമ്മയുടെ സൗമ്യസുന്ദരമായ മുഖം. ശിവരാത്രി ദിവസം കൂവളത്തീർത്ഥം മാത്രമാണ് അമ്മയുടെ ഭക്ഷണം. ഇക്കൊല്ലം കൂവളത്തിന്മേൽ ഒരു ഇല പോലും കാണുന്നില്ല. ഉണങ്ങി തുടങ്ങിയോ? കൂവളത്തിനില ശിവന്റെ മൂക്കും കണ്ണുമാണെന്നാണ് അമ്മ പറയാറ്. ശിവന്റെ കണ്ണും മൂക്കുമായ കൂവളത്തിലയുടെ പവിത്രത അമ്മ പോയതോടെ ഇല്ലാതായെന്നു തോന്നുന്നു. എച്ചിൽ വെള്ളവും തീണ്ടാശുദ്ധവും തട്ടിയാൽ കൂവളം ഉണങ്ങിപ്പോകുമെന്ന് അമ്മ വിശ്വസിച്ചിരുന്നു. ഋതുമതിയായ ഏതെങ്കിലും പെണ്ണ് കൂവളം തൊട്ടുവോ? ചോറുണ്ടതിനു ശേഷം ആരെങ്കിലും അറിയാതെ മുറ്റത്തു നിൽക്കുന്ന കൂവളത്തിൻ്റെ കടയ്ക്കൽ കൈ കഴുകിയോ? ഉണക്കം പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും അശുദ്ധി പറ്റിയിട്ടുണ്ടാവണം. 7:30 വെളുപ്പിന് അമ്മ കുളിക്കും. ഈറൻ മാറാതെ കുളത്തിലെ ആദ്യ ഗംഗ കൂവളത്തിൻ്റെ കടയ്ക്കൽ തളിച്ചേ ഇല നുള്ളും. കൂവളത്തിലെ കണ്ണിലും മൂർധാവിലും വെച്ച് ആരാധിച്ച ശേഷം മുടിയിൽ ചൂടും. നര കയറി തുടങ്ങിയ അമ്മയുടെ മുടിക്കെട്ടിൽ ശിവന്റെ കണ്ണും മൂക്കുമായ കൂവളത്തിലിരിക്കുന്നത് കാണാനൊരൈശ്വര്യമുണ്ടായിരുന്നു. അമ്മ കുളിച്ചകത്ത് കടന്നാൽ വിശുദ്ധമായൊരു അന്തരീക്ഷം വീട്ടിനുള്ളിൽ തനിയെ ഉണ്ടാകുന്നത് പോലെ തോന്നും. വീടടിച്ചു വൃത്തിയാക്കൽ, ചാണകം മെഴുകൽ എല്ലാം അമ്മ തന്നെയാണ് നിർവഹിക്കാറ്. ആരുടെ കൈകൊണ്ടടിച്ചാലും തുടച്ചാലും അമ്മയ്ക്ക് തൃപ്തിയാവുകയില്ല. വീട്ടുജോലികളൊക്കെ ചെയ്യേണ്ടത് അമ്മ തന്നെയാണെന്ന നിർബന്ധ ബുദ്ധിയും ഉണ്ടായിരുന്നു. ഇളയ പെങ്ങൾ എഴുന്നേൽക്കാൻ അല്പം വൈകിയാൽ അമ്മ പറഞ്ഞു തുടങ്ങും. എങ്ങനെയാ ഗുണം പിടിക്കുക? ഒന്നിനൊന്നോണം പോകുന്ന പെൺകുട്ടിയോട് സൂര്യൻ ഉദിച്ചിട്ടും കടന്നുറങ്ങാനാ ഭാവെങ്കില്. പെങ്ങൾ അമ്മ പറയുന്നത് പൂർത്തിയാക്കുന്നതിന് മുമ്പേ തട്ടിപ്പിടഞ്ഞെഴുന്നേൽക്കും. പിന്നെ അമ്മയുടെ അനുനയ രൂപേണയുള്ള ഉപദേശമാണ്. അന്യൻ്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടവളാണ്. ഗൃഹശ്രീ ഉണ്ടാവണമെങ്കിൽ പെൺകുട്ടികൾക്ക് നെറിയും പേടിയും വേണം. ശരിയല്ലേ? മറ്റൊരുവന്റെ ഭാര്യയായി ഗൃഹകർമ്മങ്ങൾ നിർവഹിച്ച് കുടുംബം നിലനിർത്തേണ്ട ഒരുവൾ വൈകി എഴുന്നേൽക്കുന്നത് ഭംഗിയല്ല. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയ്ക്ക് ബെഡ് കോഫി കട്ടിലിൻ തലയ്ക്കൽ കൊണ്ടുപോയി കൊടുക്കുന്നവരാണല്ലോ എല്ലാ ഭർത്താക്കന്മാരും. വളരെ വൈകിട്ട് കിടക്കുകയും വളരെ വൈകിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്ന മകനെയും അമ്മ ഗുണദോഷിക്കാറുണ്ട്. എടാ, പുലർച്ചെ എഴുന്നേറ്റ് ഇത്തിരി നേരത്തെ കിടക്കാൻ നിനക്ക് തോന്നണില്ലല്ലോ. നേരം എടുത്തിട്ടും കിടന്നുറങ്ങിയ ആള് രോഗിയാവും. വളരെ ശരിയാണതെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അമ്മ മരിച്ചതിനു ശേഷം താൻ നിത്യരോഗിയല്ലേ. മുഖമായ വേദന മനസ്സിനെ അനുനിമിഷം കാർന്നു തിന്നുന്നു. വീട്ടിലെ നവചൈതന്യം കെട്ടൊടുങ്ങി. ഒഴുക്കും ആഴവുമുള്ള ഒരു നീരുറവ വേനലിൽ വരണ്ടുപോയതുപോലെ. വീട്ടിലെ ചുമരുകൾ മുഷിഞ്ഞു. നിത്യേന അടിയും തെളിയുമില്ലാത്തതുകൊണ്ട് കരി തേച്ചു മിനുക്കിയ നിലത്തിൻ്റെ കറുപ്പു നിറം മങ്ങി. കഴുക്കോൽ നിറയെ മാറാലെയാണ്. അതടിച്ചു നീക്കാൻ ആളില്ല. അമ്മയുടെ കണ്ണ് എല്ലാ ദിക്കിലും എത്തിയിരുന്നു. ഇപ്പോൾ വീട്ടിലുള്ളവർ ആർക്കോ വേണ്ടി മനസ്സറിയാതെ എന്തോ ചെയ്യുകയാണെന്നേ തോന്നൂ. നേരത്തിന് വിളക്ക് കത്തിക്കാറില്ല. സന്ധ്യയ്ക്ക് മുമ്പേ 7 തിരിയിട്ട നിലവിളക്ക് അമ്മയുള്ളപ്പോൾ കത്തിക്കാറുണ്ടായിരുന്നു. നേരം തെറ്റിയാൽ ആ വീട്ടിൽ പെൺജാതിക്ക് ഒന്നിനും പൊറുക്കേണ്ടി വരില്ല. അമ്മയുടെ ചിട്ട അതായിരുന്നു. സൂര്യൻ പടിഞ്ഞാറൻ കടലിൽ മുങ്ങുന്നതിന് മുമ്പേ വീട്ടിലെ വെളിച്ചം കാണിക്കണമെന്നാണ് നിയമം. വീട്ടിൽ വല്ല മരണമോ ആപത്തോ സംഭവിച്ച ദിവസങ്ങളിൽ ഒഴികെ ഈ ചിട്ട അഭംഗുരമായി അമ്മയുള്ളപ്പോൾ നിലനിന്നു. ഇപ്പോൾ ഇലക്ട്രിക് ലൈറ്റ് സന്ധ്യയ്ക്ക് ഇട്ടു കഴിഞ്ഞാലും ഒരു തിരി കത്തിച്ച് സൂര്യനെന്നല്ല മനുഷ്യനും കാണിക്കാറില്ല.
കുറച്ചു കാലമായി വീട്ടിലുള്ളവർ മനഃപൂർവ്വം അതൊക്കെ മറക്കുന്നത് പോലെയാണ് തോന്നാറ്. അമ്മയെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒന്നും ഓർക്കാനില്ലേ? അച്ഛൻ, പെങ്ങന്മാർ ഒന്നും തന്നെ അമ്മയുടെ മഹത്വം അറിയുന്നില്ലേ? അച്ഛൻ കുടുംബജീവിത നാടകത്തിൽ ഇപ്പോൾ അഭിനയിക്കുന്ന ഭാഗം ഒരു വൈരാഗിയുടേതാണോ? അച്ഛൻ്റെ ജീവിതം അമ്മ ഇറങ്ങിയതോടെ തീർന്നുവോ? ആ കണ്ണിലെ തിളക്കം എവിടെ പോയി? ഒച്ചയും ഊക്കും ആരോ ഫലമായി പിടിച്ച് ഒതുക്കിയിട്ടതുപോലെയാണിപ്പോൾ. താഴികക്കുടത്തിൻ്റെ ഭംഗി. അമ്പലത്തിലെ വിഗ്രഹം ജീവിക്കുന്നിടത്തോളം കാലമാണല്ലോ. വിഗ്രഹം വീണുടഞ്ഞു, ക്ഷേത്രം തകർന്നു, താഴികക്കുടം നിലം പറ്റാൻ പോകുന്നു. കാഞ്ഞിരത്തില മൂക്കുംതോറും കയ്പ് മധുരമാകുന്നു. ഈ കയ്പിന് അറുതിയില്ലേ? തൻ്റെ ജീവിതത്തിൻ്റെ നിത്യവസന്തങ്ങളൊക്കെ തന്നെ വിടവാങ്ങിപ്പോയിരിക്കുന്നു. തൻ്റെ എല്ലാം അമ്മയായിരുന്നു. ഒന്നും വാരിക്കോരി തന്നിട്ടല്ല, തരുന്നതിലെന്തെങ്കിലും അളവറ്റ വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്നു. ഇന്നത് രണ്ടുമില്ല. മറ്റെല്ലാം കവിഞ്ഞ തോതിലാണ് തരുന്നത്. എന്തു പ്രയോജനം? പെങ്ങളോ ജ്യേഷ്ഠത്തിയോ ചെറിയമ്മയോ മറന്നുവെന്നല്ല പറയുന്നത്. സഹതാപവും അല്പം അനുകമ്പയും തന്നോട് അവർക്ക് കൂടുതലുണ്ടാവാം. അത് മാത്രം പോരല്ലോ. വാത്സല്യവും സ്നേഹവും തരേണ്ടിടത്ത് സഹതാപത്തിനും അനുകമ്പയ്ക്കും സ്ഥാനമെവിടെ? തെച്ചിയും പിച്ചകവും പൂജയ്ക്കെടുക്കുമ്പോൾ കൈതപ്പൂവും കോളാമ്പിപ്പൂക്കളും പുറന്തള്ളപ്പെടുകയില്ലേ? ചിലർക്ക് മറവി ഒരനുഗ്രഹമാണ്. തനിക്കോ? കഴിഞ്ഞ കൊല്ലത്തെ ശിവരാത്രി നാൾ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ ആണ്ടിൽ ശിവരാത്രി കഴിഞ്ഞ പിറ്റേന്നാളാണ് അമ്മ മരിച്ചത്. ഇപ്പോൾ ശിവരാത്രി ദിവസം പിറക്കുമ്പോൾ അമ്മ വീട് സന്ദർശിക്കുന്നത് പോലെ തോന്നുകയാണ്. മൂകമായ ശിവരാത്രി സന്ധ്യയിൽ അമ്മ വരുന്നു. ഏതോ ജീർണിച്ച ശിവക്ഷേത്രത്തിലെ നിശബ്ദവും ഇരുണ്ടതുമായ ഗുഹാമുഖത്തിൽ നിന്ന് അമ്മ ഒരു വെളുത്ത നിലാവിൻ്റെ രൂപത്തിൽ വരുന്നത് പോലെ. കാറ്റൂതുന്നില്ല, ഇലകൾ ചലിക്കുന്നില്ല. മൂകതയിൽ മുഴങ്ങുന്ന നിശബ്ദമായ കാൽവയ്പ്പുകളുടെ താളലയങ്ങൾ മാത്രം കേൾക്കുന്നു. അമ്മയുടെ വരവാണ്. വീട്ടിൽ ഇന്ന് ആരുമില്ല. അച്ഛൻ മൂത്ത പെങ്ങളുടെ ഭർതൃഗൃഹത്തിൽ പോയിരിക്കുന്നു. ഇളയ പെങ്ങൾ ധനുഷ്കോടിയിലാണ്. ചെറിയമ്മായി വേറെ വീട്ടിലാണ് താമസം. ഇപ്പോൾ ഏകനായി താൻ മാത്രം ഈ വീട്ടിലുണ്ട്. ശിവരാത്രിയായിട്ടും മുറ്റമടിച്ചിട്ടില്ല. മുറ്റമടിക്കാരി നാണി തൃപ്രങ്ങോട്ട ശിവരാത്രി കാണാൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു. ഹോട്ടലിൽ നിന്ന് വരുത്തിയ ഒരു പകർച്ച കൊണ്ടാണ് പകൽ കഴിച്ചു കൂട്ടിയത്. ഇന്നു രാത്രി നോമ്പു തന്നെയാണ്. അമ്മയുള്ളപ്പോൾ അത്താഴപ്പട്ടിണി കിടത്തിയിട്ടില്ല. ഭസ്മം കരിക്കാനുള്ള ചാണക ഉരുളുകൾ ഉമിത്തിയിൽ വെക്കേണ്ടത് ഇന്നല്ലേ? പശു തൊഴുത്തിലുണ്ടെങ്കിലല്ലേ ചാണകം പ്രശ്നം വരുന്നത്? പശുക്കറവില്ല. കറുമ്പിയും വെളുമ്പിയും തൊഴുത്തിൽ നിന്നിറക്കപ്പെട്ടു. നേരത്തിന് വൈക്കോലും വെള്ളവും കൊടുക്കാൻ ആളില്ലാതെ വന്നപ്പോൾ കുഞ്ഞവറാൻകുട്ടിക്ക് കിട്ടിയ കാശിന് പിടിച്ചു കൊടുക്കേണ്ടി വന്നു. കൊഴുത്തു തടിച്ച പശുക്കളായിരുന്നു. ഇല പൊളിക്കാത്ത ഒരു വലിയ പൊള്ളാച്ചി കാബേജ് പോലെയായിരുന്നു വെളുമ്പി പശുവിൻ്റെ അകിട്. തൊഴുത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അകിട് ചപ്പില പോലെ ഉണങ്ങിപ്പോയിരുന്നു. ചുണക്കുട്ടിയായ കറമ്പി പശു വെറും എല്ലും തോലുമായി. ഒരാളേ പോയുള്ളൂ. ആ ഒരാളുടെ തിരോധാനം കുടുംബം മുഴുവനും ഇരുട്ട് നിറച്ചു. ആണ്ടോടാണ്ട് ഭസ്മക്കൊട്ട നിറയെ ഭസ്മം കിടക്കാറുള്ളതാണ്. 101 ഉരുള ചാണകമാണ് അമ്മ ഉമിത്തിയിൽ കരിക്കാറ്. ഉമിയിൽ നെയ്യൊഴിച്ച് ചന്ദനമിട്ടാണ് അഗ്നി കൊളുത്തുന്നത്. ഭക്തി നിർഭരമായ ഹൃദയത്തോടെ കണ്ണടച്ച് കൈകൾ കൂപ്പി ധ്യാന നിമഗ്നയായി നിൽക്കുന്ന അമ്മയുടെ രൂപം മറക്കാൻ വയ്യ തന്നെ. നീറുന്ന ഉമിയിലിരുന്നു കത്തുന്ന ചാണക ഉരുളകൾ എരിഞ്ഞു ഭസ്മമായി തീരുന്നതുവരെ ശിവരാത്രി നോമ്പ് നിലനിർത്തണമെന്നാണ് അമ്മയുടെ നിഷ്ഠ. ശിവരാത്രിക്ക് അമ്മയോടൊപ്പം മമ്മിയൂരപ്പനെ തൊഴാൻ അവളും പോകുമായിരുന്നു. തൻ്റെ മുറപ്പെണ്ണ് ആ പുണ്ണിമാമയുടെ മകള് ശ്രീദേവി. ശ്രാവണമാസത്തിലെ സന്ധ്യയെ അനുസ്മരിപ്പിക്കുന്ന ആർദ്രമധുരമായ പെൺകുട്ടി. നന്മയുടെ വിശുദ്ധ ഭാവമായിരുന്നു അവൾ. വിധിച്ചതല്ലേ കിട്ടുകയുള്ളൂ. കൊതിച്ചതെല്ലാം ലഭിച്ചവരാരാണ്? ആ കല്യാണം നടന്നു കാണാൻ അമ്മയും ആഗ്രഹിച്ചു. വർഷകാല മേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന ആകാശം കാണുമ്പോഴൊക്കെ ആ വിടർന്ന കരിമിഴികളെപ്പറ്റി ഓർത്തു പോകാറുണ്ട്. മരണം അവളെ താരാട്ടുപാടി ഉറക്കുമ്പോൾ അമ്മയുടെ മുറവിളി കേട്ടാണ് മരണശയ്യയ്ക്കരികിൽ നിന്ന് താൻ എഴുന്നേറ്റു പോയത്. സ്മരണകൾ ചില രേഖകളായി മാറി. വൈക്കത്തപ്പന്
എണ്ണ കൊണ്ടുപോകുന്ന പാണൻ പുഴു മുറ്റത്ത് അരിച്ചു നടക്കുമ്പോഴൊക്കെ ശ്രീദേവി പറഞ്ഞിരുന്ന നുണുങ്ങു കഥകൾ ഓർത്ത് കണ്ണീരിൻ്റെ പുഞ്ചിരി പൊഴിക്കാറുണ്ട്. പാവം കൊച്ചുപെണ്ണ്. ജീവിതത്തിലെ പ്രിയങ്കരമായ ഒരു സ്വപ്നം മാത്രമായി അവൾ അവശേഷിച്ചു. ഇരുൾ പറന്നു വരികയാണ്. ചോര പുരണ്ടാസ്തമയത്തിൽ കലർന്ന കറുപ്പുരേഖകൾ തന്നെ കൂടുതൽ വിഗതമാനസനാക്കുന്നു. ശിവരാത്രി സന്ധ്യയിൽ കണ്ണുകൾ ഈറനായ കണ്ണുകളോടെ തിണ്ണയിൽ കിടന്നൊന്നു മയങ്ങിയതേയുള്ളൂ. അശരീരി പോലുള്ള ഒരു ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. എഴുന്നേറ്റപ്പോൾ നെഞ്ചത്ത് ഒരു കൂവളത്തിൻ്റെ ഇല പറ്റിക്കിടക്കുന്നു. തണുത്ത കാറ്റ് മുറ്റത്തു നിൽക്കുന്ന കൂവളത്തിന്മേൽ നിന്ന് അവസാനമായി കൊണ്ടുവന്ന് നിക്ഷേപിച്ചതാവില്ല. അമ്മ വന്നു പോയോ? ശരീരം രോമാഞ്ചം കൊണ്ട് പുതഞ്ഞു പോയി. കണ്ണും മുഖവും കഴുകി ഒരു നുള്ള് ഭസ്മം എടുത്ത് നെറ്റിയിൽ പൂശി അകത്ത് പോയി നിലവിളക്ക് തുടച്ച് 5 തിരിയിട്ടു തെളിയിച്ച് കൂവളക്കടയ്ക്കൽ കൊണ്ടുപോയി വെച്ചു തൊഴുതു. അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നു. തണുത്ത കാറ്റ് അകത്തും പുറത്തും വീശുന്നുണ്ട്.